ചെറിയൊരു ബ്ലോഗ് ക്ലാസ് ഉണ്ടോ? ചേട്ടാ ഇത് എന്നതിനെ കുറിച്ച് നടത്തുന്നയാ? ഇത് ഋഷിപഞ്ചമി എന്ന് പറയും. ലോകസൃഷ്ടാവായ ഭഗവാൻ വിശ്വകർമാവ് പഞ്ച ബ്രഹ്മാക്കൾക്ക് 5 വേദങ്ങൾ പകർന്നു കൊടുത്ത ദിനമാണ് ഋഷിപഞ്ചമി. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പ്രണവവേദം എന്ന 5 വേദങ്ങളാണ് പ്രപഞ്ച സൃഷ്ടാവ് ഈ പകർന്നു കൊടുത്തത്. ആ വേദങ്ങളുടെ പകർന്നു നൽകിയ ദിനമാണ്. അതിനെയാണ് ഋഷിപഞ്ചമി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ് കേട്ടല്ലോ, ഇന്ന് ഋഷി പഞ്ചമി ദിനമാണ് ഗൈസ്. അപ്പം ഇവിടെ കൊല്ലം ആശ്രാമം മൈതാനമല്ലേ? കൊല്ലം ആശ്രാമം മൈതാനത്ത് ധർമാദർശൻ കടപ്പാറ ആശ്രാമം എല്ലാ വർഷവും നടത്തി വരുന്നതാണ്. സെപ്റ്റംബർ 17-നോടനുബന്ധിച്ചാണ് ഈ ഋഷിപഞ്ചമിയും വരുന്നത്. അപ്പോൾ ആ ദിനം നമ്മളെല്ലാ വർഷവും ഇവിടെ കൊണ്ടാടിയാണ്. മുൻകാലങ്ങളിൽ സദ്യയായിരുന്നു, അന്നദാനമായിരുന്നു. ഇപ്രാവശ്യം കൊറോണ കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങളത് ഋഷിപഞ്ചമി ദിനത്തിൽ പായസ നിവേദ്യമായിട്ട് നടത്തുന്നു. അത് എല്ലാ വർഷവും ഞാൻ നടത്തി വരുന്നതാണ്. പായസം എല്ലാ വർഷവും ഉണ്ട് ഗൈസ് ഇവിടെ. ഇപ്പോൾ ഋഷി പഞ്ചമി ദിനം അല്ലേ? വിശ്വകർമാവ് 5 മുനിമാർക്ക്, 5 ഋഷിമാർക്ക് 5 വേദങ്ങൾ പകർന്നു കൊടുത്ത ദിനമാണ്. അത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പ്രണവവേദം എന്ന 5 വേദങ്ങൾ പകർന്നു നൽകിയ ദിനമായി ഇന്ന് ലോകമെമ്പാടും മാനവരാശി ആഘോഷിച്ചു വരുന്നത്. അതിനാണ് ഈ ഋഷി പഞ്ചമി ദിനം പറയുന്നത്. അതാണ് ഋഷിപഞ്ചമി എന്ന് പറയുന്നത്. ഇത് പ്രസാദമാണോ? പായസം നിവേദ്യം, പ്രസാദം അപ്പോൾ നൽകിയ ദിനമാണ്. ഇതുകൊണ്ട് നമ്മൾ ആ മധുരം കൊടുത്തു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഗൈസ് എൻ്റെ വ്ളോഗ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ടാറ്റാ, ബൈ.